2-3 പേരായി എന്നോട് പറയണ ലോങ് വീഡിയോസ് ചെയ്യാനായിട്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ നടക്കണില്ല. വീഡിയോസ് എടുത്ത് എഡിറ്റ് ചെയ്ത് അത് പോസ്റ്റ് ചെയ്യണമെങ്കിൽ കുറച്ച് സമയം വേണം കേട്ടോ. അപ്പോൾ പറ്റണ പോലെയൊക്കെ ഞാൻ ഇടാം. ഇന്ന് സ്കൂളിൽ സെലിബ്രേഷന് പോകുമ്പോൾ മലയാളി മങ്ക ആക്കി തരാനായിട്ട് എൻ്റെ പാപ്പൻ്റെ മോള് അമ്മയെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ കയ്യിലുള്ള മേക്കപ്പ് സാധനങ്ങളും അമ്മയുടെ ഓർണമെൻറ്റ്സൊക്കെ വെച്ചിട്ട് ഞാൻ നല്ല രീതിക്ക് തന്നെ ഞാൻ ഒരുക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഉണ്ണീനെയും ഒരുക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വീഡിയോ എടുക്കാനായിട്ട് വിട്ടുപോയി. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് 3 പേർക്കും റെഡിയായിട്ട് പുറത്ത് പോകണമായിരുന്നു. അപ്പോൾ പിന്നെ രാവിലെ തന്നെ ആയപ്പോൾ തിക്കും തിരക്കും ബഹളമൊക്കെ ആയിട്ട് അത് എടുക്കാൻ അങ്ങോട്ട് വിട്ടു. പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നേരെ വിട്ടത് സ്കൂളിൽ കുട്ടികളെല്ലാവരും നല്ല സുന്ദരികളും സുന്ദരന്മാരൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഘോഷയാത്രയ്ക്ക് മലയാളി മങ്കമാരും മലയാളി മാരന്മാരും മാവേലിയൊക്കെ ആയിട്ട് റെഡി ആയിട്ട് നിൽക്കുന്നതാണ് ഈ കാണുന്നത്. നല്ല മഴയുണ്ടേ, ഗ്രൗണ്ട് മൊത്തം ചെളിയായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. പിന്നെ ആകെ പാട്ടും ബഹളമൊക്കെ ആയിരുന്നു കേട്ടോ. ഘോഷയാത്രയ്ക്ക് എല്ലാവരും പോകണം നിർബന്ധം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ ക്ലാസ്സിൽ തന്നെയാണ് ഇട്ടായിരുന്നത്. ഇടയ്ക്ക് എന്തൊക്കെയോ പ്രോഗ്രാംസ് ഞാൻ പോയി നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ക്ലാസ്സിൽ ഫ്രണ്ട്സിൻ്റെ കൂടെ ഇരുന്ന് ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഗ്രൗണ്ടുകളിൽ കുട്ടികളുടെ അടിപൊളി ഡാൻസ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല എനർജിയിൽ പിള്ളേർ പൊളിച്ചു എന്ന് തന്നെ പറയാം. പിന്നെ കുറച്ച് വലിയ കുട്ടികളുടെ കസേരോട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ പിള്ളേർ ഒരേ ഡ്രസ്സൊക്കെ ഇട്ടിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. ക്ലാസ്സിൽ പിന്നെ പറഞ്ഞ പോലെ എല്ലാവരും കറികളൊക്കെയും റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ക്ലാസ്സിലെല്ലാ കുട്ടികളും സുന്ദരിക്ക് പൊട്ടുകുത്തിയിട്ടാണ്. 2-3 കുട്ടികൾ ശരിക്കും അങ്ങനെ സെൻറ്ററിൽ തന്നെ നെറ്റിയിൽ തന്നെ കൊണ്ട് കുത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ സദ്യയിലേക്ക് കടന്നു കേട്ടോ. കാളൻ, ഇഞ്ചിക്കറി, തോരൻ, അവിയൽ, ബീട്രൂട്ട് പച്ചടി, സാമ്പാർ, പപ്പടം, പഴം, പായസമൊക്കെ ഉണ്ടായിരുന്നു. അടിപൊളി സദ്യയായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് കുട്ടികളുടെയും ടീച്ചറുടെയും ഒരു ഫോട്ടോ സെഷൻ കൂടി ഉണ്ടായിരുന്നു. പിന്നെ സദ്യയൊക്കെ കഴിഞ്ഞ് എല്ലാവരും പരസ്പരം ഓണാശംസയൊക്കെ പറഞ്ഞ് ഞങ്ങളെല്ലാവരും പിരിഞ്ഞു. പിന്നെ നേരെ വീട്ടിലേക്ക് വന്നു. വീട്ടിൽ കായ വറുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അച്ഛനും അമ്മയും. ഇനിയിപ്പോൾ എല്ലാവരുടെ വീട്ടിലും കായ വറുക്കണതും ശർക്കര വരട്ടി ഉണ്ടാക്കണതൊക്കെ തന്നെയായിരിക്കും മെയിൻ പരിപാടി. ഓണം അടുക്കാറായല്ലോ അല്ലേ. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ.